ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിനു ഹിലോസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചാനലാണ് ഇത്. ഞാൻ എൻ്റെ വീഡിയോയിലിട്ടായിരുന്ന ഒരു ഡൂഡിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലീൻ്റെ ഡൂഡിലാണ് ഇട്ടത്. അപ്പം എനിക്കും ഞാൻ 11 ചെയ്തതിന് ശേഷമാണ് ഈ മഹാൻ പറഞ്ഞത് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഈ ജേണൽ ഇട്ട് തരാൻ പോകുന്നത്. നമ്മൾ ഇതാണ്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എല്ലാ കളറും മിക്സ് ആയിട്ടുള്ളൊരു പെണ്ണാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ കൂടും ഇവൻ്റെ വീഡിയോ കൂടും. ഇവൻ്റെ വീഡിയോ എൻ്റെ വീഡിയോയിലിടുമ്പോൾ ഇവൻ്റെ വീഡിയോ ഏതാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരും. അപ്പം ഞാൻ പറയുകയാണെ ഹിനു ഹിലോസ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ ഇത് എന്നൊക്കെ പറയണത് മിക്സ്ഡ് ആയിട്ട് കളർ വരികയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ ഒരു പെന്നിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈന് അങ്ങനെ കളർ ചെയ്യാം. പിന്നെ ഒരു കളറിൻ്റെ ആവശ്യമില്ല ഈ ഒരു പെന്നുണ്ടാകുമ്പോൾ. ഇതേ കളർ തന്നെ എപ്പോഴും യൂസ് ചെയ്യണമുണ്ട്, അതുകൊണ്ടാണെന്ന് അറിയില്ല. ഇന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പെന്ന്. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒന്ന് തന്നിട്ടുള്ളൂ. നമുക്കതിനെ പിന്നെ കൂടുതൽ ഗൈസ് നമുക്ക് കുറച്ച് മതി. അങ്ങനെയൊക്കെ സെറ്റാക്കി ഓക്കെ ഗൈസ്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് സ്റ്റാർസൊക്കെ വരച്ച് കൊടുത്ത് ഇങ്ങനത്തെ സ്റ്റാർസും ഇങ്ങനത്തെ കുറച്ച് അൽപ്പത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് ഗൈസ്. ഇച്ചുവിൻ്റെ ഫാമിലി വേറെ എവിടെയോ പോയി കൊടുക്കുന്നുണ്ട്. ഈ ബുക്ക് ഞാൻ ചെയ്തിരുന്നു, പക്ഷേ ഇവിടെ അല്ല. അത് രസം ഗൈസ്. അപ്പം നിങ്ങൾ നിൽക്കുന്നത് ആരെ ഇച്ചു? ഇഹാൻ വ്ളോഗ്സ്. കുറേ ആൾക്കാരുണ്ട് ഗൈസ്. നമ്മൾ കുറേ ചെയ്ത് ഗൈസ്. ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു പേജ് മസ്റ്റ് ആൾ കുത്തും കുറച്ച് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. ആളൊക്കെ ചെയ്തിട്ട് ഫുള്ള് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് തുറക്കുമ്പോൾ ഒക്കെ ഈ പേജ് നമുക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമല്ല. പിന്നെ നമ്മൾ ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ബണ്ണീനെ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ വരക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു ഒട്ടയിൽ കൂടി ഞാൻ ഊതുകയാണേ. കാണില്ല. ഊതിയിട്ട് കുറച്ച് ബബിൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചെടുക്കേ. കണ്ടോ? ഓഹോ, തലമുട്ടികളൊക്കെ ബ്രഡമേ. ഓക്കെ, അങ്ങനെ ബബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. 2 ഇയേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് സാധനമാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. പിന്നെ നമ്മൾ കൈ എങ്ങോട്ട് മാറ്റാം. എന്നിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കി. കാണുന്നില്ല, എങ്ങനെ കാണാനാ? എന്നിട്ട് നമ്മളൊരു മിഫീനെയാണ് വരച്ച് വെച്ചിട്ടുള്ളത് ഗൈസ് ഇതിന്മേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയുള്ളൂ, അത്രയൊന്നുമല്ല. ഇനി വരക്കാണ്ട് നമുക്ക് എന്തിനെ പറ്റി വരത്ത് ഒരു രസമല്ലടാ. എന്നിപ്പോൾ ഇങ്ങനെ ഇന്ന് തയ്ക്കുമോ? അപ്പം ഇതും അങ്ങനെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഒരു കാണണ്ട ഒരു സ്റ്റാമ്പൊക്കെ പോലെ സെറ്റാക്കി. ഒരു സ്റ്റാമ്പ് പടി ഇരിക്കുന്നുണ്ട് ഗൈസ്. ഈ ദൂത ഉള്ളത് ഞാൻ ഇതിമ പോയാണ് ഗൈസ് ഇരിക്കുന്നത്. പൊട്ടത്തി എന്താ വെള്ളം അങ്ങനെ പോകണം. വെള്ളം കുടിച്ചോ പോരാ. ഞാൻ അങ്ങനെ കുടിച്ച ചെയ്യണം. ഞാൻ നാണ്ട് തിരിയാനോടൂ അന്നാ പൊടി പതറുക. ഞാനിങ്ങനെ കൊളാക്കിന്ന് വിചാരിക്കും. നോ, അത് വണ്ടി പിന്നെ നമ്മളിങ്ങനെ കുറച്ച് പോകുന്നേ ഇതാ പോകുന്നേ.
ഇതാ പോകുന്നേ ആളെ ടിക്കറ്റ് കൂടെ നീതാ പോകുന്നേ. ഈ ഒരു ഉറുമ്പുകുട്ടനെ കണ്ടോ? നമ്മളതിനെ ട്രാപ്പ് ചെയ്ത് ഗൈസ്. ഇവിടെ ഒരു വട്ടം വന്ന് ട്രാപ്പ്. ഞാൻ അങ്ങനെയാണ് ഗൈസ്, എല്ലാത്തിലും അബദ്ധം ചെയ്തിട്ട് ഫസ്റ്റിനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു പൊട്ടത്തരം കാട്ടി. ആദ്യം ഏതാ ഇത് ചെയ്തത്? ഏറ്റവും ആദ്യം ഈ ഒരു ഫ്ലേവർ വെറുതെ കൊളായിക്കണം. അതല്ല, അങ്ങനെ ആക്കിയതാണ്. ഒരു സൈഡ് അങ്ങനെ മണ്ട സൂപ്പിയ പൊന്ന് സ്വതറി എന്തിനാ വേദന സഹിക്കണേ, മുട്ടത്തൈലം വാങ്ങി തച്ചൊള്ളി വേഗം. ഗൈസ് അതൊരു ഫ്ലോപ്പ് ആയിട്ടുള്ളതാണ്. മുട്ടത്തൈലം വാങ്ങി തേച്ചാൽ മുട്ടൻ്റെ മണം ഉണ്ടാവും നല്ലത്. മുട്ട തന്നെ വർക്കൗട്ട് ഒന്നും ആവില്ല, ഞാൻ പറയണേ. അതൊരു പാട്ടാട്ടാ. എനിക്ക് ശരിക്കല്ലോ ആയുർവേദശാല പോയി ചോദിച്ചോക്ക്. അന്നയാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയ വട്ടം ഉണ്ടാക്കാൻ നോക്കിയിട്ട് വലിയ വട്ടം ഉണ്ടാക്കിയത്. അവിടെ അടുത്തേക്ക് കൊണ്ടല്ലോ, അപ്പോൾ വലിയ വട്ടത്തിന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വലിയ വട്ടല്ലേ, അത് നന്നായിട്ട് മേലെ കൊണ്ടാവും. നോക്കണ്ട, നമ്മളിങ്ങനെ കൊളാക്കണ്ടേ. ആ കെടുക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ ആക്കെ കണ്ടേ. എടാ അര മുട്ട രണ്ട് സ്റ്റാൻഡ് സ്റ്റാൻഡ് തന്നെ വണ്ടിച്ചു. ഞാൻ അവിടെ ജേണലിന് എഴുതി കൊടുക്കാം. ഇതെപ്പോഴാണ് കഴിയുക? ഗെയിം കളിച്ചാണ്. എപ്പോഴാണ് കഴിയുക ഗൈസ്? അങ്ങനെ നമ്മൾ ജേണലിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ ഗൈസ് ഇങ്ങനെയൊക്കെ 3, 2, 1 ഗോ. ഗൈസ് ഇതാണ് നമ്മൾ ജേണലിങ് ഫുൾ. നമ്മൾ ഈ ഒരു പെന്നും ആ പെന്നോടെ ഈ ഒരു പെന്നും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഗൈസ്. ഈ ഒരു സ്റ്റാമ്പ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡൂഡിൽസ്. എൻ്റെ ബുക്ക് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ തുറക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ മാത്സിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ പിന്നെ ഇതൊക്കെ ബെസ്റ്റീസ് അങ്ങനെ ഫസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് പിന്നെ സിബ്ലിങ്സ്, മീ ആൻഡ് മൈ ബിഗ് ബ്രദർ. ഇതാരോ ഇത് ദിൽന എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലത്തെ അങ്ങനെ വിളിച്ച കാക്കു, അതാണ് കാക്കുവാണ് ഈ നുസൈബ്. ദിൽന എന്ന് പറയുന്നത് കാക്കുവിൻ്റെ പെണ്ണുങ്ങൾ. അപ്പോൾ പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ പെട്ടെന്ന് കണ്ടിട്ടുള്ള ഈ ഒരു ഇത് ഓൾ അബൌട്ട് മീ. നിങ്ങൾ വിചാരിച്ചത് എന്താ? കാരണം നാളെ സ്കൂളിൽ ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളത്. പിന്നെ ഈ ഒരു അബുദം ഇത് പിന്നെ ഫലസ്തീൻ ജേണൽ, ഇത് സൺഫ്ലവർ, ഈ ഒരു ഗ്ലോസി എഫക്റ്റ് ഉള്ള ജേണൽ, ഇതൊരു ടെഡി ജേണൽ, അതെല്ലാം പിന്നെ ലോട്ടസ്. ഇതിനോട് കൂടെ ദിസ് ഈസ് മൈ ലാസ്റ്റ് ജേണൽ. അങ്ങനെ നമ്മളെ ജേണൽ കിട്ടിയ ശരി. ബൈ ഫോക്സസ്.